കണ്ടില്ലേ കൊമ്പുകുലുക്കിയൊരാന വരുന്നുണ്ടേ, കണ്ടില്ലേ കൂട്ടരുമൊത്തവർ ആർത്തു വരുന്നുണ്ടേ. ആനക്കമ്പം എപ്പം സ്റ്റാർട്ട് ചെയ്തു? ശില്പം നിർമ്മിക്കാന്നുള്ള രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷമാണ് ശരിക്കും ആനക്കമ്പം സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായി വന്നതിന് ശേഷം കൂടുതൽ ആനകളെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ചെയ്തിരുന്ന ശൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംതിങ് ദാറ്റ് വാസ് ന്യൂ, അതായത് ഒരു റിയലിസ്റ്റിക് വേർഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് വേർഷനിലാണ് ചെയ്തത്. ആ സമയത്ത് അത്തരത്തിലൊരു റെൻഡറിങ് കണ്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹാൻഡിക്രാഫ്റ്റ് ഒരു വേർഷനിലാണ് ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരാന നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു 3-4 തവണ ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുള്ളൂ. ഫുള്ളി നമ്മൾ ശരിയായെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ സ്റ്റിൽ സ്റ്റഡി ചെയ്യും. പക്ഷെ ഒരെണ്ണം കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അടുത്താണ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കൊതിപ്പിച്ച് നിൽപ്പുണ്ടാവും. അപ്പൊ ഏത് തരം എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫുഡ് അങ്ങനെ എല്ലാ വുഡിലും ചെയ്യാം. അവൈലബിലിറ്റി പോലെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും കൊടുക്കണ മരം എന്ന് വെച്ചാൽ കുന്നിവാക എന്ന് പറഞ്ഞ മരമാണ്. അത് നല്ല വലിയ സൈസിൽ കിട്ടുന്ന കാരണമാണ് അത് യൂസ് ചെയ്യണത്. ഹായ് ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിഹൈൻഡ് വുഡ്സ് എക്സ്പ്ലോർ. എങ്ങനെ സംഭവം ഗംഭീരമല്ലേ? അതെ, ഞാൻ ആനപ്പുറത്ത് കയറിയേക്കാമെന്ന് വിചാരിച്ചു. ആരും പേടിക്കണ്ട, എവറിത്തിങ് അണ്ടർ കൺട്രോൾ. ഇത് ജീവനുള്ള ആനയല്ല, പക്ഷേ ജീവനുള്ള പോലെ തോന്നുന്നല്ലേ? അതെ, ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ആനകളെ നിർമ്മിക്കുന്ന ഒരു സ്ഥലം നമുക്ക് പറവൂറുണ്ട്. അപ്പം ഈ സ്ഥലത്തിൻ്റെ ഓണറെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഹലോ ബ്രോ. ഹായ്. അപ്പൊ ഈ ക്രിയേഷൻസിന്റെ പിന്നിലെ റിയൽ ആന മേക്കർ ആണത്. സോ സൂരജ് നമ്പ്യാട്ട് അല്ലേ? സൂരജ് ബ്രോ, അപ്പൊ എന്താണ് സംഭവം? ഞാനൊരു പൂരത്തിന് പോയൊരു ഫീലാണ്, ഫുൾ ആനകളൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ഏതാണ്? ഇതിപ്പോ എന്തിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫൈബർ ആനയാണ്. തിരുവമ്പാടി ചൂസുന്ദർ എന്ന പേരായിട്ടുള്ള ഒരു ആനയുടെ ഒരു റെപ്ലിക്കയാണ്. ഓക്കെ. നമ്മുടെ കമ്പനിയുടെ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഞാൻ പെയിന്റിങ്ങിന്റെ ഒരു പരിപാടിയിലാണ്, ഫൈനൽ ഫിനിഷിംഗിലാണ്. ഫുള്ളി ഫിനിഷ്ഡ് അല്ല, ഫൈനൽ ഫിനിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതന്നെ. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ആനകളോടുള്ള ഒരു സ്നേഹം, ആനക്കമ്പം എപ്പം സ്റ്റാർട്ട് ചെയ്തു? ആനക്കമ്പം എപ്പോ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ശില്പം നിർമ്മിക്കാന്നുള്ള രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷമാണ് ശരിക്കും ആനക്കമ്പം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് സാധാരണ മൃഗങ്ങളോടുള്ള ഒരു സാധാരണ രീതിയിലുള്ള സ്നേഹം മാത്രമേ ആനയോടുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായി വന്നതിന് ശേഷം കൂടുതൽ ആനകളെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. എല്ലാത്തരം ആനകളെയും, അതായത് സെലിബ്രിറ്റി എലിഫൻസിനെയൊക്കെ ഫോട്ടോ എടുക്കാനും പിന്നെ സ്റ്റഡി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒബ്സർവ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അല്ലാതെ ഉത്സവങ്ങളിൽ അധികം പോണ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നില്ല. ആനകള് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എത്ര കാലമായി? അപ്പൊ ഏകദേശം ഒരു 10 വർഷത്തിനും ഇത് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പണ്ട് നമ്മളിപ്പോൾ ശില്പങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെല്ലാം മരത്തിലായിരുന്നു. അപ്പോൾ 10 വർഷമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആർട്ട് ഫോം, ഇത് മേക്കിംഗ് ഒരു ആർട്ട് ഫോം ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഞാൻ പഠിച്ചത് RLV ഫൈനാൻസ് കോളേജിൽ MFA മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ്. അപ്പോൾ പഠിച്ചിരുന്ന സമയത്ത് പഠനത്തിന്റെ ഭാഗമായിട്ട്, അതായത് ഒരു ഡെസ്റ്റിനേഷന് വേണ്ടി എസ്തെറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എലിഫൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ സ്റ്റഡി ചെയ്തപ്പോൾ അതിന്റെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു റെൻഡറിങ്, അത് നമ്മൾ ചെയ്തിരുന്ന ശൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംതിങ് ദാറ്റ് വാസ് ന്യൂ, അതായത് ഒരു റിയലിസ്റ്റിക് വേർഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് വേർഷനിലാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ അത്തരത്തിലൊരു റെൻഡറിങ് കണ്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹാൻഡിക്രാഫ്റ്റ് ഒരു വേർഷനിലാണ് ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആനകൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൂടി വന്നത്. കാരണം വെച്ചാൽ ആനകൾക്ക് ഫാൻസ് അസോസിയേഷൻസ്, ആനകൾ സെലിബ്രിറ്റീസ് ആയി വന്ന സമയം. അപ്പോൾ അതിലൊരു നമുക്കൊരു എന്താ പറയാ ഒരു സ്കോപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ട്, കാരണം ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, ആർട്ടിസ്റ്റിനെ സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചെയ്തേ പറ്റും. അപ്പോൾ കൂടുതൽ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു. പുതിയ ശില്പങ്ങൾ, പുതിയ ആനകൾ, പുതിയ ഇൻഡിവിജ്വൽ ആനകൾ. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് പാമ്പാട് രാജ്യം തുടങ്ങിയ പിന്നെ ഇതുപോലെ തെച്ചിക്കോട്ട് രാമേന്ദ്ര, ശിവസുന്ദർ, ഗുരുവാർ കേശൻ, അങ്ങനെ ഒരുപാട് ആനകൾ പിന്നീട് അങ്ങനെ സ്റ്റഡി ചെയ്ത്. അതെ. അപ്പൊ നമ്മളിപ്പോ ഒരു ആനയെ കണ്ട് അതിന്റെ ഒരു എസ്തെറ്റിക് നമുക്കത് ഇഷ്ടപ്പെട്ട, അതിന്റെ ഒരു മിനിയേച്ചർ എങ്കിലും നമ്മുടെ വീട്ടിൽ വെക്കണം. ആ ഒരു പോയിന്റ് ആണ് ആക്ച്വലി. എല്ലാവർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആനനെ വാങ്ങി വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആന, അല്ലെങ്കിൽ ഇപ്പൊ പാമ്പാട് രാജൻ എന്ന് പറഞ്ഞ ആനയെ അവർക്ക് അവർ വീട്ടിൽ ഒരു ചെറിയ രൂപത്തിൽ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം സാമ്യം വേണം. അപ്പൊ അവർക്ക് അത് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ആനകളെയൊക്കെ ഇപ്പൊ ഓൺ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എക്സ്പെൻസീവ് മാത്രമല്ല, ഇപ്പൊ ഫണ്ട് ഉണ്ടെങ്കിലും നമുക്ക് അതിപ്പോ കിട്ടാനില്ല. ആനകളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇപ്പൊ ആനകളെ പുതിയത് പിടിക്കാനും പറ്റണില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് എല്ലാ വിധത്തിലുള്ള ഇതും ആനമേക്കർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഓരോ എലഫന്റിനും അതിന്റേതായ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ അതെ. അപ്പം അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു? അതെങ്ങനെ? അത് ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ പോർട്രേറ്റ് ചെയ്യണ പോലെ തന്നെ ആനയില് നമ്മൾ അങ്ങനെ കാണുന്നു. അതായത് ഇപ്പൊ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ആനകളും ഡിഫറെന്റ് ആണ്. അതിലിപ്പോ എല്ലാ ഒരു എവിടത്തെ ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിലും പല ആനകൾ അത് തമ്മിൽ വ്യത്യസ്തരാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് വ്യത്യാസം എന്നുള്ള സ്റ്റഡി ചെയ്തിട്ട് കൂടുതൽ വർക്കിൽ അത് ആക്യുറേറ്റ് ആയിട്ട് വരും ചെയ്ത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഇപ്പൊ തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞ ആനയ്ക്ക്, പിന്നെ തൃക്കടൂർ ശിവരാജു, പാമ്പാടി രാജൻ, അതൊക്കെ അതിന് സ്ഥിരം എല്ലാവർക്കും വേണ്ട ആനകളാണ്. ഓക്കെ. അപ്പൊ ഇതൊരു കരിയർ ആക്കാം, ഇതൊരു കരിയർ ആക്കാൻ എപ്പോഴാണ് തീരുമാനിച്ചത്? അതായത് പല ജോബുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരും വർക്ക് ചെയ്ത്. അതായത് വർക്കിന്റെ എൻക്വയറീസ് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുവരുന്നു. പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോൾ ഇതൊരു നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതൊരു എന്താ പറയാ വേറെ ആരും ചെയ്യാത്ത വർക്കാണ്. അപ്പൊ അതില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു വർക്കല്ലേ. അപ്പൊ അതിന് കിട്ടുന്ന സന്തോഷം വേറെയാണ്. അങ്ങനെ അത് കണ്ടെത്തിയിട്ടാണ് നമ്മള്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫാമിലിയും ഇതിനകത്ത് തന്നെ ഇൻവോൾവ് ആയി. അപ്പൊ അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കുമ്പോൾ ഈ ഫാമിലിയിൽ നിന്നുള്ളൊരു നല്ല സപ്പോർട്ട് തന്നെ. തീർച്ചയായും നല്ല സപ്പോർട്ട്. അപ്പൊ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് അത് ഇപ്പൊ കല്യാണത്തിന് ശേഷം കൂടുതൽ അത് നമ്മളൊരു എന്താ പറയാ ഒരു ഫുള്ളി അങ്ങനത്തെ ഒരു ജോബായിട്ട് നമ്മൾ കല്യാണത്തിന് ശേഷമാണ് അവിടെ. നമ്മുടെ വൈഫ് വൈഫാണ് ആനമേക്കർ എന്ന പേരായിട്ടുള്ള ആദ്യത്തെ ഫേസ്ബുക്ക് പേജ് ആദ്യമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യണത്. നമുക്കതിനെ കുറിച്ച് ഐഡിയ ഒന്നും ഉണ്ടായില്ല ആ സമയത്ത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത്. അപ്പൊ അതിന്റെ കുറച്ച് സാധ്യതകള് മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ഇപ്പൊ അതൊരു ഗുണമായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ സമയത്ത് ചെയ്തത്. കാരണം ആ സമയത്ത് ആ ഒരു പേജിലൂടെയാണ് ആൾക്കാർ ഇത് അറിഞ്ഞു തുടങ്ങിയത്. ഫോട്ടോസും ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിട്ടാണ് ശരിക്കും എൻക്വയറീസ് കൂടുതൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ തന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ആന ചെവിയൻ, ആനക്കമ്പ്, ആനച്ചൂര് എന്നൊക്കെ പറഞ്ഞ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആനമേക്കർ എന്ന് പറഞ്ഞത് ഇപ്പൊ സ്പ്രെഡഡ് ആണ്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും ഒരുപാട് ഫോളോവേഴ്സ് അതിലുണ്ട്. അപ്പൊ സിനിമയിൽ ഓർഡേഴ്സ് ഒക്കെ എവിടുന്നാ വരില്ലേ? ഓർഡേഴ്സ് ആദ്യമൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇപ്പൊ പിന്നീട് അത് സ്പ്രെഡ് ആയതിനു ശേഷം ഇതുപോലെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ് എന്നുള്ള ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഷിപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ പ്രശ്നം ഉണ്ടായി. പക്ഷെ ഇപ്പൊ കമ്പനിയായിട്ട് ഇത് ഫോം ചെയ്ത് പിന്നെ നമുക്ക് ഷിപ്പിംഗ് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈസി ആയിട്ട് അവർക്ക് പുറത്തെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നമുക്ക് ഒരു എൻക്വയറി വരികയാണെങ്കിൽ ഓർഡർ വരികയാണെങ്കിൽ അവർക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ നമ്മുടെ സെലിബ്രിറ്റി ആനകളെയൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാവരും കൂടി ഇങ്ങനെ നിരയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ആനകളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. സൂരജ്, അപ്പൊ ഇവന്റെ പേരാണ് പാമ്പാടി രാജൻ. പാമ്പാടി രാജനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കുഞ്ഞിന് പോലും ആളാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആനയെ അറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് തുമ്പിക്കഴിഞ്ഞ അത്രയും നല്ല നീട്ടമുള്ള ആനയാണ്. അതുപോലെ തന്നെ ഇവന്റെ ഒരു കളർ, അതായത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് പാമ്പാടി രാജന്. പിന്നെ മതഗിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡോട്ട്സിനാണ് മതഗിരി എന്ന് പറയുന്നത്. അപ്പൊ മതഗിരി പ്രൊപ്പോർഷനിലാണ്, അധികം ഒന്നുമില്ല. ആവശ്യത്തിന് മതഗിരി. പിന്നെ കൊമ്പിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ വീണെടുത്ത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള കൊമ്പിന്റെ സ്ട്രക്ചർ. ചെവി നല്ല ഭംഗിയുള്ള ചെവി. പിന്നെ നല്ലൊരു മസ്കുലാരിറ്റി ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു ഭീകരനാണെന്നുള്ള രീതിയിൽ. ആനയാണെങ്കിൽ വലിയ ആനയാണ്, സൈസിൽ 10 feet ഉള്ള ആനയാണ്. അപ്പൊ അതാണ് പാമ്പാടി രാജൻ. പിന്നെ നെക്സ്റ്റ് വൺ ആണ് തിരുവമ്പാടി ശിവസുന്ദർ. ഓക്കെ. തിരുവമ്പാടി ശേഷം നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ടോ? ഒരു 2 വർഷം മുന്നേ അല്ലേ ചെരിഞ്ഞ ആനയാണ്. അപ്പോ ആ സമയത്ത് അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് ഒരുപാട് ഫാൻസ് ഇപ്പോഴും കേട്ടോ, ഫാൻസ് കുറവൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് എലിഫന്റ് നമുക്ക് ഇവനെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പാടി രാജനേക്കാളും ഭംഗി കൊമ്പുകൾക്കുണ്ട്. പിന്നെ മതഗിരിയുടെ കളർ ആയാലും മതഗിരിയുടെ സ്പ്രെഡ് ആയിക്കണം, തുമ്പിക്കതിന്റെ വണ്ണവും നീളവും, പിന്നെ മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു കുട്ടികളുടെ ഫേസ് ചില സമയത്ത് നമുക്ക് ഒരു ഭീകരത തോന്നുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ശിവസുന്ദറിന്റെ. നാടൻ ആനയാണ്, നല്ല ഭംഗിയുള്ള ആനയാണ്, നല്ല മെസ്മറൈസിങ് അപ്പിയറൻസ് ഉള്ള ആനയാണ് ശിവസുന്ദർ. ഇതെനിക്ക് തോന്നുന്നു ഉള്ളതിൽ കുറച്ചും കൂടി ഇനി അടുത്തവനാണ്
ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന് വെച്ചാല് അതൊരു ക്ലാസിക്കൽ ഒരു എസ്തെറ്റിക്കലായിട്ട് ഭംഗിയുള്ള ഒരു ആനയാണ്. ശിവസുന്ദരനേക്കാളും കുറച്ചുകൂടി കൊമ്പ് നേരെ പൊന്തിക്കണം, നേരെ വീണെടുത്ത് ഉയർന്ന് തന്നെ കൊമ്പ്. മതഗിരി ആണെങ്കിൽ നല്ലൊരു രസമായിട്ടുള്ള മതഗിരി, കളറും അതിന്റെ ചെവിയുടെ ഷേപ്പൊക്കെ ആയിട്ട്, തുമ്പിക്കൈക്ക് ഭയങ്കര നീളം, നാടനാന, വലിയ ആന, ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് എനിക്ക്. ഇതാണ് ഇത് ഇവന് ഞാൻ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഇവന് അടുത്ത ആന ഇത് ശ്രീലങ്കയിലത്തെ ആനയാണ്. ഇവന്റെ പേര് നെടുങ്കമുവേ രാജ. നെടുങ്കമുവേ രാജ പുള്ളിക്കാരൻ ശ്രീലങ്കയിലെ സെലിബ്രിറ്റിയാണ്. അതായത് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ആനയാണ്. അതായത് അദ്ദേഹം നടന്ന് റോട്ടിലൂടെ പോണ സമയത്ത് ഗവൺമെന്റിന്റെ എന്താ പറയാ ഗാർഡ്സ് അതിനുവേണ്ടി സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ആനയാണ്. ശ്രീലങ്കക്കാർക്ക് ഭയങ്കര കണ്ണിലുണ്ണിയായിട്ടുള്ള ആന നെടുങ്കമുവേ രാജ. നെടുങ്കമുവേ രാജ. അതെ അതെ. അവര് കൊമ്പൊന്നും അങ്ങനെ മുറിക്കില്ല. കൊമ്പൊക്കെ നീണ്ടു വളരാനായിട്ട് അനുവദിച്ച് അതിന്റെ സ്വതസിദ്ധമായ രീതിയിൽ തന്നെ കൊമ്പ് വളരാൻ അനുവദിക്കുക. വലിയ ആനയാണ്. മംഗലാംഗ് കർണൻ ഈ ഷേപ്പ് തന്നെ കണ്ടാൽ എന്താണ് സംഭവം എന്നുള്ളത് ഈ ഷേപ്പ് കണ്ടാൽ അറിയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്രയും ഒരു സ്ട്രക്ചറുള്ള ആന വേറെ നമുക്ക് കണ്ടിട്ടില്ല. കാരണം അവന്റെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ്, ഫ്ലാറ്റ് ആണ് അവന്റെ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരത്തിലല്ല പുള്ളിയുടെ പ്രത്യേകത. ഈ നിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ നിന്ന് തല പൊന്തി എപ്പോഴും ഇങ്ങനെ നിൽക്കുള്ളൂ ആള്. ആ ഒരു രാജകീയമായിട്ട് പുള്ളി ഇങ്ങനെ എപ്പോഴും നിൽക്കും. അതാണ് മംഗലാംഗ് കർണൻ. ഏറ്റവും കൂടുതൽ പേരെടുത്തവരാണ്. അതായത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന ഒരു സമയത്ത് അത്ര ലെജൻഡ് ആയിരുന്നു. ലെജൻഡ് ഇപ്പോഴും സ്റ്റിൽ ഈസ് എ ലെജൻഡ് മംഗലാംഗ് കർണൻ. അതെ, കർണൻ. അപ്പൊ നമുക്ക് ആ പേരിൽ തന്നെ നോക്കുമ്പോഴേ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. തോന്നുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് ഈ ഒരു ഇത് അത്രയും സ്ഥലത്തുനിന്ന് ഒരു എന്താ പറയുക ഒരു പാറ്റേൺ ഉണ്ട് പുള്ളിക്ക്. മതഗിരിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. റൈറ്റ്. അപ്പൊ എനിക്ക് സൂര്യൻ എങ്ങനെയാണ് ഇപ്പൊ ഈ ഓരോ ആനയ്ക്കും അതിന്റെ ഒരു ഡെഫിനിഷൻ, അതായത് അതൊരു ബൈഹാർട്ട് ആയില്ല. ഒരാന നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു 3-4 തവണ ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുള്ളൂ. അപ്പൊ അത് ചെയ്ത് ഏകദേശം ഫുള്ളി നമ്മൾ ശരിയായെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ സ്റ്റിൽ സ്റ്റഡി ചെയ്യും. പക്ഷെ ഒരെണ്ണം കഴിയുമ്പോൾ നമ്മൾ മടുക്കും. മടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അടുത്താന വെച്ചാണെങ്കിൽ നമ്മളിങ്ങനെ കൊതിപ്പിച്ച് നിൽപ്പുണ്ടാവും. അപ്പൊ നമ്മളെ പുതിയ പുതിയ ആനകൾ ഇങ്ങനെ വിളിക്കും എന്നെ ചെയ്യുന്ന രീതിയിൽ. അപ്പോ അതിങ്ങനെ ചെയ്ത് ഇപ്പൊ നമ്മളെ ആഫ്രിക്കൻ ആന, ഈ പറഞ്ഞ പോലെ ശ്രീലങ്കൻ, അത് ഞാൻ മിസ്സായിട്ടില്ല. ആഫ്രിക്കൻ നമ്മുടെ നാടനല്ല, ആഫ്രിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് സാറ്റാവോ എന്നാണ്. സാറ്റാവോ ശരിക്കും പറഞ്ഞ കിൽഡ് ബൈ ദ പോസ്റ്റേഴ്സ്, അതായത് ഈ കൊമ്പിന് വേണ്ടി കൊല ചെയ്യപ്പെട്ട ഒരു ആനയായിരുന്നു. പുള്ളി ജീവിച്ചിരുന്ന കാലത്ത് ഇതായിരുന്നു ബിഗ്ഗസ്റ്റ് ഇൻ ദ എർത്ത്. അത്ര വലിയ ആനയായിരുന്നു കെനിയയില്. പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവര് നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചിരുന്നാണ്. പക്ഷെ അവരെ കണ്ണുവെട്ടിച്ച് വേട്ടക്കാരെ കൊന്നുകളഞ്ഞു. സാറ്റാവോ. ഓക്കെ. അപ്പൊ നാട് മാത്രല്ല, നമുക്ക് ഇന്റർനാഷണൽ ആനകളുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് ഇപ്പം ഇവരൊക്കെ കണ്ടു പരിചയപ്പെട്ടു. ഇനിയിപ്പോ ഇതിന്റെ ഒരു വർക്ക്ഷോപ്പ്, നമ്മള് ഇതിന്റെയൊക്കെ ഒരു ഇനീഷ്യൽ ക്രിയേഷൻ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോയി അവരുടെ കാര്യങ്ങൾ. ഓക്കെ. യെസ്. അപ്പോ സൂരജ് ബ്രോ, ഇത് ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഞങ്ങൾ, ഇതാണ് ഒരു റിയൽ വർക്ക്ഷോപ്പ് അല്ലേ? അപ്പൊ എനിക്ക് ഈ ഒരു പ്രോസസ് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് മരം ചൂസ് ചെയ്യുന്നത് മുതൽ ഇപ്പോ നമ്മൾ ആദ്യം തന്നെ തടി ചൂസ് ചെയ്യണം. പിന്നെ തടി ബൾക്കായിട്ടുള്ള ഒരു പീസാണല്ലോ. അതിൽ നിന്ന് നമുക്ക് കുറെ കാർവെട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന്റെ സെന്ററിലായിരിക്കും നമ്മുടെ ആന ഇരിക്കുന്നത്. അതുവരെ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് പിന്നെ കാർ അതിന്റെ ഡീറ്റെയിലേക്ക് വരും. ഡീറ്റെയിലിംഗ് വരുമ്പോൾ കുറച്ചുകൂടി ടൈം പ്രോസസ് സമയം എടുക്കണ ഒരു പരിപാടിയാണത്. ഓക്കെ. അപ്പൊ ഏത് തരം എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫുഡ് അങ്ങനെ എല്ലാ വുഡിലും ചെയ്യാം. അവൈലബിലിറ്റി പോലെയാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന മരം നമുക്ക് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന മരം എന്ന് വെച്ചാൽ കുന്നിവാക എന്ന് പറഞ്ഞ മരമാണ്. അത് വലിയ സൈസിൽ ബൾക്കായിട്ട് നല്ല വലിയ സൈസിൽ കിട്ടുന്ന മരമാണ് അത് യൂസ് ചെയ്യണത്. ഓക്കെ. പിന്നെ ഇപ്പൊ ഈ പ്രോസസ് ഇപ്പൊ മാറി, ഇപ്പൊ ഫൈബറിലേക്ക് മാറാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഈ തടിയിൽ മാത്രം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ടൈം എടുക്കും. പിന്നെ അത് ഒരാൾക്ക് വേണ്ടി തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുക്കും അതിന്. അപ്പോ ഒരു വർക്ക് നല്ല രീതിയിൽ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്കും അത് ഒരു തിരി എന്താ പറയാ കുറച്ചുകൂടി റെസ്റ്റ് മീൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിൻ കുറയും. അപ്പൊ അത് ഒരു വർക്ക് വൃത്തിയായിട്ട് ചെയ്യുക, അതിന്റെ മോൾഡ് ചെയ്തിട്ട് അതിന് റീപ്രൊഡക്ഷൻ സെയിം സാധനത്തിന് കാസ്റ്റുകൾ, അതാണ് ഫൈബറിലാണ് നമുക്ക് നടക്കുള്ളൂ. മരത്തിൽ നമുക്ക് കോപ്പി എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഫൈബറിന്റെ ഒരു ആശയം ഡെവലപ്പ് ചെയ്ത്.
പുള്ളി നമ്മുടെ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ഇതിൽ മാത്രം ശില്പങ്ങൾ മാത്രമല്ല ഒരു പാട്ട് രചയിതാവ് കൂടിയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എടഞ്ഞ കൊമ്പൻ എന്ന സോങ് അല്ലേ? സോങ് അതെ. അപ്പൊ സോങ് എങ്ങനെ വന്നു അതിനെ കുറിച്ച്? സോങ് ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ ആന മേക്കിംഗ് കാണിക്കുന്നത് സോങ്ങിലൂടെ ആയിരുന്നു. അതായത് മ്യൂസിക്കും അതിന്റെ പാർട്ടായിട്ട് ഉള്ളത് കാരണം കൊണ്ട് സോങ്ങിൽ എഴുതിയിട്ട് അത് കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം, നമ്മൾ തന്നെ പാടുന്നത്. അങ്ങനെ അത് എന്താ പറയാ ഒരു 10-13 പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഓരോ ആനകളെ കുറിച്ച്, ഇൻഡിവിജ്വൽ ആനകളെ കുറിച്ച്. അതിൽ ആനപ്പാട്ട് 8, അത് ഗജഭീമൻ, അതായത് പുതുപ്പള്ളിക്കേശവൻ എന്ന് പറഞ്ഞ ആനയെ കുറിച്ചായിരുന്നു. അപ്പൊ അത് ഒരു ജോഷൊക്കെ ഉള്ള ഒരു സോങ്ങാണ്. അപ്പോൾ സ്റ്റാർ സ്പോർട്സ് അതിന്റെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അത് നമ്മളെ സമീപിച്ച് അതൊന്ന് ആൾട്ടർ ചെയ്യണം, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആൾട്ടർ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നത്. അപ്പോൾ അത് മൈൻഡ് മൈന്ന് പേരായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഏജൻസി വഴിയാണ് വന്നത്. അപ്പം ലിറിക്ക് ഒന്ന് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. മൈൻഡ് മൈനിലെ ഒരു ചേട്ടൻ, സുനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ആൾട്ടർ ചെയ്തേക്കണത്. പിന്നെ പാടിയത് ഞാനാണ്, കമ്പോസ് ചെയ്ത് പാടിയേക്കണത്, റെക്കോർഡ് ചെയ്തത്. ഓക്കെ. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ആ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആ ജോഷ് സോങ്ങിന്റെ 2 വരി ഒന്ന് പാടാൻ പറ്റുമോ? കണ്ടില്ലേ കൊമ്പുകുലുക്കി ഒരാന വരുന്നുണ്ടേ, കണ്ടില്ലേ കൂട്ടരുമൊത്തവർ ആർത്തു വരുന്നുണ്ടേ, നെഞ്ചില് നീറിപ്പുകയുന്ന ദാനപ്പകയാണേ, ഉള്ളില് കത്തിയെറിയുന്നതാകെ പകയാണേ. സൂപ്പർ. അതില് നമുക്ക് ആ വീഡിയോ സോങ് കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ഒരു ജോഷ്, റിസൾട്ടിന് വേണ്ടിയാണ് നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യണത്. ഫാനാണ്. പാട്ട് ചെയ്ത് മര്യാദ ആക്കി കൊടുക്കാന്നുള്ള ഒരു ദൗത്യമാണ്, കളിച്ച് ജയിക്കാന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഒരു ആന ഒരു പകുതി ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഇതിപ്പോ ആനയുടെ ഫ്രണ്ട് വശം, അതായത് ഇത് ഭയങ്കര വെയിറ്റ് ആണ്. നമ്മള് ജോയിന്റ് ചെയ്തിട്ടൊക്കെയാണ് ആനകൾ ഉണ്ടാക്കണത്. അപ്പൊ ഇതിന്റെ ഒരു വയറ് തൊട്ട് ഫ്രണ്ടിലേക്കുള്ള ഒരു വശമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ശിവസുന്ദർ എന്ന് പറഞ്ഞ ആനയുടെ ഒരു റെപ്ലിക്കയാണ്. ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകും. അപ്പൊ ഇനിയിപ്പോ ഇതിങ്ങനെ ഓരോ നമുക്ക് പാർട്സ് ആയിട്ടാണ് ഇത് അസംബിൾ? അതെ. ഇനിയിപ്പോ ബാക്ക് വശം ഇനി അസംബിൾ ചെയ്യും, പിന്നെ ചെവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യണം. ഓക്കെ, അടിപൊളി. നമുക്കിവിടെ വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ തന്നെ അറിയാം എല്ലാവരും കുറച്ച് ആനകളൊക്കെ റെഡി ആയിട്ടുണ്ട്, കുറച്ച് പേര് റെഡിയായി നിർത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരാളിവിടെ തലകിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ആനകളെയും ആന വിശേഷങ്ങളൊക്കെ ഇന്നറിഞ്ഞു. അപ്പം വീണ്ടും അടുത്ത ആഴ്ച വേറൊരു എപ്പിസോഡുമായി. സീ യു, ബൈ.